ഹലോ കൂട്ടുകാരെ നമസ്കാരം. അപ്പോഴേ പലരും നമ്മളോട് വിളിച്ചു വെച്ചൊരു കാര്യമായിരുന്നു. നമ്മൾ ഈ വിത്തൗട്ട് ഹാൻഡിൽസ് മോഡൽ കബോർഡ് വർക്കുകൾ നമ്മൾ ചെയ്യുന്നത് പറഞ്ഞപ്പോൾ പലരും നമ്മളോട് ചോദിച്ചു അതെങ്ങനെയാണ് അത് ഓപ്പൺ ചെയ്യുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും? സാധാരണ പ്രൊഫൈൽ ഹാൻഡിലോ അല്ലെങ്കിൽ അതുപോലെ റിംഗ് ഹാൻഡിലൊക്കെയാണ് സാധാരണ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നീട് എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നൊക്കെ എന്നോട് വിളിച്ചു ചോദിച്ചായിരുന്നു. അപ്പം അവർക്കൊക്കെ ഉള്ള ഒരു മറുപടി ആയിട്ടാണ് കാരണം നമ്മൾ ആദ്യകാലങ്ങളിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ പ്രൊഫൈൽ ഹാൻഡിൽസ് ആയിരുന്നു. പ്രൊഫൈൽ ഹാൻഡിൽസും റിംഗ് ഹാൻഡിൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ശരിയായിരുന്നു. പക്ഷെ അത് പിന്നീട് കിച്ചണിൽ നിൽക്കുന്ന വീട്ടമ്മമാർക്ക് അതിന്റെ ഷാർപ്പ്നെസ്സും കാര്യങ്ങളും കാരണം മുറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയതിന് ശേഷമാണ് നമ്മൾ ഈ വിത്തൗട്ട് ഹാൻഡിൽസ് മോഡൽ കബോർഡുകളും നമ്മൾ പരീക്ഷിച്ചത്. പക്ഷെ അത് ഏകദേശം പൂർണ്ണമായി സക്സസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തുടർന്നുള്ള എല്ലാ വർക്കും ഈ വിത്തൗട്ട് ഹാൻഡിൽസ് മോഡൽ കബോർഡ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് വർക്ക് സാധാരണ ചെയ്യുന്നതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് വർക്കുകൾ ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ലേബറും കാര്യങ്ങളൊക്കെ ഒരു ചെറിയ വ്യത്യാസവും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷെ എന്നാലും നമ്മൾ സാധാരണ രീതിയിൽ ചെയ്യുന്ന പ്രൊഫൈൽ ഹാൻഡിലിന്റെ ആ ഒരു ഫിനിഷിങ്ങിൽ കാണും ഒരു പ്രീമിയം ലെവലിലുള്ളൊരു വർക്ക് നമുക്ക് കസ്റ്റമറിന് കൊടുക്കാൻ സാധിക്കും. അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. പിന്നെ അതിനെ കുറിച്ച് പറയാനുള്ളത് ഈ ഡോറ് ഓപ്പൺ ചെയ്യുന്ന രീതിയെ കുറിച്ചാണ് കൂടുതൽ സംശയം. കാരണം എന്ന് പറയുന്നത് ഇതെങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച് പലർക്കും ഇപ്പോഴും അറിയില്ല. അതൊരു കാരണമില്ല. അപ്പൊ അതാണ് പറയുന്നത്, ഇതിന് താഴെ ഇത് നമ്മൾ ആ ഒരു മോഡലിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ്. വിത്തൗട്ട് ഹാൻഡിൽസ് മോഡലിലാണ് നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിന് താഴെ നമ്മൾ ഒരു സ്പേസ് ഇട്ടുകൊണ്ടാണ് നമ്മൾ ഈ ബോക്സ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഈ സ്പേസിലൂടെയാണ് നമ്മൾ കൈകടത്തിയാണ് ഈ ഡോറ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് സിമ്പിൾ മെത്തേഡിലായിട്ട് തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ മിഡിൽ ഓപ്ഷൻ മാത്രമല്ല, ഇതിൻ്റെ മുകളിലത്തെ ലോഫ്റ്റും അതിനോട് ചേർന്ന് നമ്മൾ താഴത്തെ ബോട്ടവും എല്ലാം ഈ സെയിം പാറ്റേണിൽ തന്നെയാണ് നമ്മൾ ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സാധാരണ രീതിയിൽ നമ്മൾ താഴെ പ്രൊഫൈൽ ഹാൻഡിൽ കൊടുക്കുന്നതെന്ന് പറയുന്നത് 4 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് നമ്മൾ കൊടുക്കുന്നത്. അതായത് 3.5 സെൻറ്റിമീറ്റർ പ്രൊഫൈൽ ഹാൻഡിലിൻ്റെ മെഷർമെൻറ്റും 1/2 സെൻറ്റിമീറ്റർ നമ്മളതിൻ്റെ ലൂസുമായിട്ടാണ് നമ്മൾ സാധാരണ സെറ്റ് ചെയ്യാറുള്ളത്. ആ ഒരു സെയിം പാറ്റേണിൽ തന്നെയാണ് നമ്മളിവിടെ ഈ വർക്ക് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൊണ്ട് 4 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ് നമ്മളിവിടെ ബോട്ടത്തിൽ നിന്നും അതിൻ്റെ ടോപ്പ് വരെയുള്ള ഒരു ഗ്യാപ്പ് നമ്മൾ കൊടുത്തിരിക്കുന്നത് 4 സെൻറ്റിമീറ്റർ ഗ്യാപ്പാണ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് സിമ്പിളായിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് ഡ്രോവറും കാര്യങ്ങളൊക്കെ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. അത് മാത്രമല്ല, പ്രൊഫൈൽ ഹാൻഡിലിൻ്റെ ഷാർപ്പ്നെസ് ഒന്നും ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് നമ്മൾ ഈ ഒരു വർക്ക് നമ്മൾ മേക്ക് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് നമ്മുടെ കയ്യോ എന്തെങ്കിലും ഒന്ന് കൊണ്ടാൽ പോലും നമുക്ക് അതിൻ്റെ മുറിവോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വർക്കിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രിയമേറി വരുന്നതിൻ്റെ ഒരു കാരണം ഇത് തന്നെയാണ്. ഇതിനോട് ചേർന്ന് നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ഒരു പുൾ ഔട്ടാണ്. ആ പുൾ ഔട്ടിലും നമ്മൾ ആ രീതിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രീമിയം ഫിനിഷിങ് തന്നെയാണ്. കാര്യം നമ്മൾ പ്രൊഫൈൽ ഹാൻഡിൽ വെച്ച് ചെയ്യുന്ന വർക്കിനേക്കാളിലും ഒരു പ്രീമിയം ലെവൽ ഫിനിഷിങ് നമുക്ക് ഈ വർക്കിന് കിട്ടുന്നുണ്ട്. അപ്പം കസ്റ്റമർ ഹാപ്പി, ഞങ്ങൾ ഹാപ്പി. അതുകൊണ്ടാണ് ഈ രീതിയിലുള്ള വർക്കുകൾ കൂടുതലായിട്ട് ഇപ്പം നമ്മൾ ചെയ്തു പോകുന്നത്. ഓക്കെ, താങ്ക് യു.